ഹലോ, എവിടെയാണ് ബൈ? ഞാനിവിടെ എടപ്പള്ളിയിലുണ്ട്. ഞാൻ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ടേ. ഓക്കെ ഓക്കെ ബൈ. എന്ത് ചെയ്യുന്നു? സിനിമ നടനാടോ അല്ലേ? അതെ, നിങ്ങള് പ്രൊമോഷനൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ആരോ ഞാൻ അറിഞ്ഞു. സിനിമ പ്രൊമോഷൻ. അതെ അതെ അതെ. ഏത് സിനിമയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്? JSK എന്ന് പറഞ്ഞിട്ട്. അല്ല, ജസ്ക് അല്ല, ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. അല്ല, ഇതിന്റെ ജാനകി JSK എന്ന് പറയുമ്പോൾ ഇതാക്കി പറയുമ്പോൾ അതാണ് കുറച്ച് പഞ്ച് വേണം. ഇപ്പൊ മറ്റേ സിനിമയില്ലേ VTV അറിയോ? വിനയ് തണ്ടിയൂർ JSK ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. വോയിസ് ഓഫ് ജാനകി എന്ന് പറയുന്നത് അതല്ലോ. എന്താ ജോൺട്രെ മൊത്തത്തിൽ എല്ലാം കണക്റ്റഡ് ആണ്. മേജറായിട്ട് ഒരു ഇമ്പോർട്ടന്റ് കോർട്ട് റൂം ഡ്രാമ സെഷൻ ഉണ്ട്. അത് മാത്രമല്ല, കോർട്ട് റൂം ഡ്രാമ, കോടതി മുറി നാടകം. തന്റെ പേരെന്താന്ന് പറഞ്ഞു? എന്റെ പേര് രതീഷ് കൃഷ്ണൻ. അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ടല്ലേ? അതുകൊണ്ടാണല്ലോ പ്രൊമോഷനൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പൊ എന്നെ കൊണ്ട് എന്തെങ്കിലും കഴിയുന്ന ഒരു അണ്ണാരക്കിണരും തന്നാലായത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ സാധനം സിനിമ ഒരു കാര്യം ചെയ്യും. നിങ്ങൾ ചെയ്ത കോർട്ട് റൂം അല്ലേടോ? കഴിഞ്ഞ പരിപാടി നല്ലതായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു. എന്തോ ഭയങ്കര വൈറലായി എന്തൊക്കെയോ ആയിരുന്നു. അന്നല്ല നമ്മുടെ പ്രശ്നം. നമുക്ക് ഈ പടം നിങ്ങള് രതീഷ് കൃഷ്ണൻ അപ്പൊ നിങ്ങള് ചിലവാകും. നമ്മുടെ ഒരു പാർട്ടി ഉണ്ട്, ഒരു ഐഡിയ ഉണ്ട്. അതൊക്കെ നമുക്ക് ശരിയാക്കാം. ഒരു ഐഡിയ ഉണ്ട് എനിക്ക്. ഒരു സാധനം എടുത്ത് കോർട്ട് റൂം അല്ലേ, ഒരു കോടതി ചെന്നൊരു സാധനം പൊട്ടിക്കാൻ പറ്റും. കോർട്ട് റൂം ഡ്രാമയാണല്ലോ. അവിടെ നമുക്കൊരു ചെറിയ സീൻ ഇട്ടാല് പ്രൊമോഷന്റെ ഭാഗമായിട്ട് വൈറലായ ഇത് പ്രൊമോഷൻ സാധനം പൊട്ടിക്കാം. കോർട്ട് റൂമിൽ ഒരെണ്ണം പൊട്ടിക്കാം. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പറമ്പിലൊക്കെ അല്ലെങ്കിൽ കോർട്ട് റൂം ആണെന്നും പറഞ്ഞൊരു ലൈവ് ഇടണം. പക്ഷേ പൊട്ടിച്ചാൽ മതി. നിങ്ങൾ ഈ ലൈവ് ഇട്ടുകൊണ്ട് വേണം പൊട്ടിക്കാൻ പോവാം. അല്ലല്ല, കോർട്ട് റൂമിൽ കൊണ്ടുപോയി പൊട്ടിക്കൊന്നും ചെയ്യരുത്. കോർട്ട് റൂമിൽ ഒരു സെറ്റ് ഇടാം. കോർട്ട് റൂം എന്ന് എഴുതി വെക്കാം. അത് അവിടെ അതിനൊരു വഞ്ചി അല്ല, അതല്ല, അതിന്റെ പറമ്പിൽ അവിടെ നമ്മുടെ ഒരു പരിപാടി ആകുമ്പോ അത് അറിയാം. സാധനം തരാം, പോവുക, പൊട്ടിക്കുക, വൈറലാവുക, പോലീസിന് പിടികൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മള് ചെയ്യാനുള്ളതാണ്. എനിക്ക് മറ്റത് പറഞ്ഞാൽ മതി. ഇത് പ്രാങ്കാണ്, പ്രൊമോഷണൽ വീഡിയോ എന്ന് പറഞ്ഞാൽ മതി. പോർണിട്ട് അത് അറിയാതെ സ്ഥലം മാറി അങ്ങനെ അതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. നമുക്ക് ആളുണ്ട്, ആളുണ്ട്. നിങ്ങൾ എല്ലാ കാര്യം ചെയ്തോളൂ എന്ന് പറഞ്ഞത്. അല്ല, നമ്മളെല്ലാ കാര്യം ചെയ്യില്ല, നിങ്ങൾ തന്നെ അത് ചെയ്യണം. അതിന്റെ വരും നമുക്കേ സെറ്റ് ചെയ്യാം. ഒരു കാര്യം ചെയ്യും, സാധനം സെറ്റ് ചെയ്ത് തരാം. ഗൂഗിൾ പേ നമ്പർ തരാം. എമൗണ്ട് ഞാൻ പിന്നെ എമൗണ്ട് ഞാൻ ഗൂഗിൾ പേ നമ്പർ തരാം. പക്ഷേ ഞാനൊരു ഒരു ബിഗിനർ ആണെന്ന് പറഞ്ഞിരുന്നു. ബിഗിനർ ഇതുപോലൊക്കെ ഇങ്ങനെയാണ് നമ്മൾ ശരിയാക്കണം. പ്രശ്നമുള്ള ദിവസം അല്ല, ഇത് ഞാൻ എന്റേതായിട്ടുള്ള എനിക്ക് ഇതിനകത്ത് ഞാനായിട്ട് ചെയ്യുന്ന പരിപാടി തനിക്ക് വേണ്ടിയല്ലോ. തനിക്ക് വേണ്ടി തന്നെയാണല്ലോ, തനിക്ക് കൂടി വേണ്ടിയാണല്ലോ. തനിക്ക് ഇതിന്റെ കൂട്ടത്തില് രക്ഷപ്പെടണ്ടേ? അതുകൊണ്ടാണല്ലോ ജംഗ്ഷനിലുണ്ട്. ഒരു 3 എടുത്തോളാൻ പറ. എനിക്ക് ഒരെണ്ണം വേണം. വേറെ സ്ഥലത്ത് പൊട്ടിക്കാൻ. എപ്പോഴെങ്കിലും കേസായ പ്രാങ്കാന്ന് പറയാന്ന് ഞങ്ങൾ ഇതിനു മുമ്പ് ചെയ്തു. നമ്മൾ ഇടക്കിടക്ക് ചെയ്യുന്നതാണ്. പ്രൊമോഷന്റെ ഭാഗമായിട്ട് ആദ്യമായിട്ടാണെന്ന്
ഇതോടുകൂടി ശരിയാവുമെന്ന് വിചാരിക്കുന്നില്ല. സാധനം വന്നല്ലോ. ഇനിയിപ്പോ ഒന്നും ധൈര്യമായിട്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാം. സൂക്ഷിച്ചു കൊണ്ടുപോവുക. സേഫ് ആയിരിക്കണം. ഒരു പ്രശ്നമില്ല. നമ്മുടെ സാധനം എടുത്തല്ലോ അല്ലേ? നമ്മുടെ സാധനം എന്റെ ജീവിതമാണ്. ഇതുകൊണ്ട് എല്ലാം ശരിയാവുമായിരിക്കും. എല്ലാം ശരിയാവും. അപ്പൊ ശരി, കൂടെ ഉണ്ടാവണം. പിന്നെ ഉറപ്പായിട്ടും ഉണ്ടാവും. ജീവിക്കാൻ വേണ്ടി മരിക്കാൻ വരെ തയ്യാറായിട്ടുള്ളവനാണെന്ന് എനിക്ക് തോന്നുന്നു. കൂടെ ഉണ്ടാവണം. പിന്നെ ഉറപ്പായിട്ടും ഉണ്ടാവും.